ആദ്യം ശ്രീ വാഹിദ് നാട്ടിക നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വാഹിദ്, ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടങ്ങി ദിവസങ്ങളായി ലോകരാഷ്ട്രങ്ങൾ തന്നെ ആശങ്കയോടെയാണ് ആ മേഖലയിലെ സംഘർഷം നോക്കിക്കണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉടൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് മനസ്സിലാക്കിയത് ഇന്നലെയാണ്. നിങ്ങൾക്ക് ഇന്നലത്തെ ദിവസം എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? ഈ യുദ്ധം, ലോകത്ത് ഏത് തരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ സാധാരണ പറയാറുള്ളതാണ്, സ്ത്രീകളെയും കുട്ടികളെയുമാണ് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളത്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ആ പറയുന്നതിനൊപ്പം പറയേണ്ടതാണ്, ലോകത്ത് ജീവിതം നേരിടാൻ വേണ്ടി പോകുന്ന പ്രവാസികളായ മനുഷ്യരും ഇതിൽ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരു രാജ്യത്തിൽ ഇരുന്നു കൊണ്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. മറിച്ച് ഈ യുദ്ധം നടക്കുന്നതിന് അടുത്തുള്ള ഒരു രാജ്യത്ത് മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ ആക്രമിച്ച രാജ്യത്തിനടുത്തോ ഉള്ള ഒരു രാജ്യമല്ല, മറിച്ച് ആക്രമിക്കപ്പെട്ട ഒരു രാജ്യത്തിനടുത്തുള്ള ഒരു രാജ്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ പ്രവാസികളൊക്കെ ജീവിക്കാൻ വേണ്ടി നിവൃത്തികേട് കൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ട് നമ്മുടെ രാജ്യം വിട്ട് മറ്റൊരു ജീവിത സാഹചര്യം അന്വേഷിച്ചു വരുന്നത്. അവിടെയൊക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള ആശങ്കകൾ വരുമ്പോൾ സത്യത്തിൽ വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഈ പ്രവാസി മലയാളികള് പ്രത്യേകിച്ച് അവരുടെയൊക്കെ തന്നെ ജീവിതത്തിന്റെ ഏറെക്കുറെ പ്രധാനപ്പെട്ട പങ്കും ഇവിടെ തന്നെയാണ്. ഈ അവർ ജീവിക്കുന്ന കൂടുതലും ഇപ്പോ GCC രാജ്യങ്ങൾ അല്ലെങ്കിൽ മധ്യപൗരസ്ത്യ രാജ്യങ്ങളിലെ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവിത സമ്പാദ്യങ്ങൾ മുഴുവൻ ഇവിടെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരു സമാധാനത്തിൽ, ഏറ്റവും സമാധാനപൂരിതമായ ജനത, ലോകത്തിലെ തന്നെ ഏറ്റവും സമാധാന അന്തരീക്ഷമുള്ള ഒരു രാജ്യത്താണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ സമാധാനത്തിൽ കച്ചവടം ചെയ്യുന്നവർ കച്ചവടം ചെയ്ത്, ജോലി ചെയ്യുന്നവർ ജോലി ചെയ്ത് എല്ലാം ജീവിക്കുന്ന ഒരു രാജ്യത്ത് പെട്ടെന്ന് ഒരു ദിവസം എയർ സ്പേസുകൾ അടയ്ക്കപ്പെടുന്നു. തൊട്ടടുത്തുള്ള രാജ്യം, ഏറെക്കുറെ ഈ രാജ്യത്തോടൊപ്പം തന്നെയുള്ള ഇപ്പൊ ഖത്തർ പോലുള്ള ഒരു GCC രാജ്യത്ത് ഇത് കാണുന്നു, TV-യിലൂടെ ഇത് കാണുന്നു. ആ രാജ്യത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ അവർക്ക് അവിടെ ചെറിയ എന്താ പറയാ ഭയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ബിൽഡിങ്ങിൽ ഇങ്ങനെ ഷെയ്ക്കിംഗ് ഫീൽ ചെയ്തു, അവർ വലിയ ശബ്ദം കേട്ടു. നമ്മുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ, അവരൊക്കെ അത് പറയുമ്പോൾ സത്യത്തിൽ വല്ലാത്ത ആശങ്കയിലേക്കാണ് എത്തപ്പെട്ടത്. ഇന്നലത്തെ ഒരു രാത്രി എന്ന് പറയുന്നത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. സാധാരണ ജീവിതത്തെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടെല്ലാം തന്നെ തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ എന്നുള്ള ഭയപ്പാടിലേക്ക് എത്തി. എന്നാൽ തീർച്ചയായിട്ടും ഇവിടെ ഈ രാജ്യം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നയതന്ത്രപരമായ വളരെ ശക്തമായ ഇടപെടൽ വലിയ ഒരു സമാധാനമാണ് ലോകത്തിന് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കാരണം ഈ ഇങ്ങനെ ഒരു സംഭവിക്കുമ്പോൾ കേവലം പ്രവാസി മലയാളികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. പ്രവാസി മലയാളികൾ ഇപ്പൊ നമുക്ക് പല യുദ്ധങ്ങളും നമ്മുടെ അനുഭവത്തിലുണ്ട്. പണ്ട് കുവൈറ്റ് യുദ്ധം, കുവൈറ്റ് ഇറാഖ്. തീർച്ചയായും എന്തായാലും പ്രവാസി മലയാളികൾ എന്നത് നമ്മൾ ഇന്ന് 2 ഡിബേറ്റും ഇതേ വിഷയത്തിൽ തന്നെ നടത്തുകയാണ്. ലോകത്തിനാകെ ആശങ്ക തന്നെയാണ് ഈ ശക്തരായ 2 രാഷ്ട്രങ്ങൾ ആ മേഖലയിൽ ഏറ്റുമുട്ടുന്നു എന്നത്. അത് എല്ലാ രാഷ്ട്രങ്ങളെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഈ സെഗ്മെന്റിൽ മലയാളികൾ നമ്മൾ നേരിട്ട് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ആശങ്കയിലേക്ക് വഴുതി മാറും ഇന്നലത്തെ സാഹചര്യം എന്ന് പ്രതീക്ഷിച്ചതല്ല. ഇനിയും ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷവും അത് നിലവിൽ വരുമോ ഇല്ലയോ എന്ന ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മലയാളികളെ ഇതെങ്ങനെ ബാധിക്കുമെന്നത് ചർച്ച ചെയ്യുന്നു എന്നതാണ് ഈ 1 മണിക്കൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വാഹിദിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ശ്രീ വേണുഗോപാൽ